ആന്തൂരിൽ അങ്ങ് പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. കാസർഗോഡ് മടിക്കയിൽ ശ്രീ കെ സരൺകുമാർ എണ്ണി പറയുന്നു മടിക്കയിൽ പ്രശ്നമുണ്ട്, മലപ്പട്ടത്ത് 2 ഉണ്ട്, കണ്ണപുരത്ത് 2 ഉണ്ട്. അങ്ങനെ 11-0 എന്ന നിലയ്ക്കാണ് ഇനി എണ്ണിത്തുടങ്ങാൻ പോകുന്നത്. സൂക്ഷ്മപരിശോധന കഴിഞ്ഞ മുറയ്ക്ക് 11-0 നിന്നാണ് ഇനി എണ്ണിത്തുടങ്ങാൻ പോകുന്നത്. അത് ശരി, അത് സാങ്കേതികമായി ആ നിലയ്ക്ക് എന്ന് വിചാരിക്കാം. പക്ഷെ നാടൊട്ടുക്ക് ഇന്നിപ്പോൾ കാസർഗോഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് താഴിട്ട് പൂട്ടിയതടക്കമുള്ള കാര്യങ്ങൾ ശ്രീ കെ സരൺകുമാർ പറയുകയാണ്. ആ നിലയ്ക്ക് നാട് മുഴുവനും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. വിമതശല്യം കുറവാണ് ഇത്തവണ എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. പക്ഷെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി, എവിടെയൊക്കെ രാജ്യപ്രഖ്യാപനമുണ്ടായി. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് ഇലക്ടറൽ ഓഫീസ് വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനം കൊടുത്തു വലിച്ച് തൊട്ടടുത്ത വാർത്ത എന്തായിരുന്നു അറിയാമോ? കോഴിക്കോട് രാജ്യപ്രഖ്യാപനമായിരുന്നു. ആ നിലയ്ക്കാണ് നിങ്ങൾ ഇത്രയും കാലത്തിന് ശേഷം നിങ്ങളുടെ സംഘടനാ സംവിധാനം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ മാത്രമായി മെച്ചപ്പെടുത്തിയെടുത്തത്. ശ്രീമതി മാധു, ഒരു ജനാധിപത്യ പാർട്ടി എന്നതിൽ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമായിട്ടുണ്ടാകും. അതിന്റെ ഭാഗമായിട്ട് ചില വിഷയങ്ങൾ ഉണ്ടാകും. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. എന്റെ ഹലോ, കേൾക്കാമോ? അല്ല, ഈ ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്ന വിശദീകരണം അഡ്ഡപടലം സംഘടനാ സംവിധാനം പരാജയപ്പെടുമ്പോൾ എല്ലാം എടുത്ത് പറയല്ലേ, ക്ലീശയായി പോകുന്നുണ്ട്. അല്ല, ഞാൻ പറയട്ടെ. അങ്ങനെ മംഗൽപാടിയിൽ LDFന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് സീറ്റിൽ അവിടെ സ്ഥാനാർത്ഥിയില്ല, ഈ മുസ്ലിം ലീഗാണ് ജയിച്ചത്. അങ്ങനെയൊക്കെ പറയുന്നത് ചില സ്ഥലത്ത് പ്രശ്നമുണ്ട്. അതല്ല നമ്മൾ പറയേണ്ട. ഈ മലപ്പട്ടത്തും അതോടൊപ്പം തന്നെ ഈ ആന്തൂരും നടന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനമാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ് 29-ൽ വളരെ 16-ഉം അതോടൊപ്പം തന്നെ ആ രൂപത്തിൽ വന്നപ്പോൾ തന്നെ മത്സരിക്കാൻ പറ്റാത്ത സ്ഥലത്ത് 2ലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അവിടെ ഒരു SC സ്ഥാനാർത്ഥിയാണ്, രാവിലെ 10 ആളുകൾ കൊണ്ടുപോയി വനിതാ സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോവാണ്. അവിടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഭാര്യ നിന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഭാര്യ ഇപ്പോൾ പറഞ്ഞു വലിയ ജനകീയമായ ചെയർപേഴ്സൺ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഈ ടീച്ചറാണ് അവിടെ ചെയർമാനായിരിക്കുമ്പോഴാണ് സാജൻ ആത്മഹത്യ ചെയ്തത്. എങ്ങനെ ആത്മഹത്യ ചെയ്തെന്ന് ഈ കേരളം ചർച്ച ചെയ്യപ്പെട്ടതാണ്. PP ദിവ്യ നവീൻ ബാബുവിനെ കൊന്നപ്പോൾ ഈ ടീച്ചറുടെ ഏകാധിപത്യ പ്രവണതയുടെ ഫലമായാണ് സാജൻ മരിച്ചത്. അതാണോ ജനകീയ എന്റെ മുമ്പിൽ നടത്തിപ്പോകരുത്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിലാണ് അന്വേഷണം നടക്കുന്നത്. എന്താണ് അതെ, കൊന്നു എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ മരിച്ചത് എന്താ? മനോവേദന കൊണ്ടല്ലേ? അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടല്ലേ? നിരപരാധി ഒരു മനുഷ്യനെ കള്ളനെന്ന് വിളിച്ചാൽ എല്ലാവർക്കും ഒരുപോലെ നിൽക്കാൻ കഴിയില്ല. സ്വാഭാവികമായി ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പക്ഷെ പറയട്ടെ അതെ, അല്ലല്ല, നിങ്ങൾ അങ്ങനെ ന്യായീകരിക്കണ്ടല്ലോ. ഞങ്ങൾക്കറിയാലോ എങ്ങനെയാണ് ബന്ധപ്പെട്ട നിരന്തരം ആ വിഷയം എടുക്കുകയും നിരന്തരം ആ വിഷയത്തിൽ ചർച്ച ചെയ്യുകയും PP ദിവ്യ അടക്കമുള്ള ആളുകളുടെ ഓരോ ഇടപാടുകളെയും നിശ്ചിതമായി വിമർശിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംവിധാനത്തിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ പറയുന്നത്, PP ദിവ്യ നവീൻ ബാബുവിനെ കൊന്നപ്പോൾ എന്ന് പറഞ്ഞു പോകരുത്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിലൊരു ഒരു അടിസ്ഥാനപരമായ പിഴവുണ്ടാകരുത് എന്ന് പറയുന്നത് ജനാധിപത്യ ചർച്ചകളുടെ അടിസ്ഥാനപരമായ യോഗ്യതയാണ്. അല്ലല്ല, അതെ, ഞാൻ പറഞ്ഞിട്ടെ. ഞാൻ PP ദിവ്യ അദ്ദേഹം തൽസ്വഭാവിയും അല്ല ഹരിശ്ചന്ദ്രനാണെന്ന് പറഞ്ഞിട്ടല്ലോ അദ്ദേഹം മരിച്ചത്. ആ മരണത്തിന് കാരണം എന്താ? അവർ പറഞ്ഞ ആ വെറുത്ത വാക്കുകളല്ലേ? സ്വാഭാവികമായി പറയുമ്പോൾ ഞാൻ പറയുന്നില്ല. പക്ഷെ അതല്ല വിഷയം മാറണ്ട. ആ വിഷയം നാട്ടിലെ ജനങ്ങൾക്കറിയാം, ഈ കേരള ജനങ്ങളെ കണ്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, വിഷയത്തിലേക്ക് മാറാനും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, അവിടെ ഈ ആന്തൂരിൽ BJP കൊടുത്ത സ്ഥലങ്ങളിൽ ഒരാളെ പോലും ഈ CPMന്റെ ഈ പറയുന്ന ആളുകൾ പിൻവലിക്കാൻ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായിട്ടില്ല. വളരെ കൃത്യമായിട്ട് CJP മുന്നണി ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ പിന്നെ BJP പ്രതിനിധി പറഞ്ഞു കോൺഗ്രസിന് അടിയാണ്, അതൊക്കെ പറയുന്നു. ഇവരുടെ സ്ഥാനാർത്ഥി ആത്മഹത്യ ചെയ്തത് തിരുവനന്തപുരത്ത് തമ്പി ആത്മഹത്യ ചെയ്തതും അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയെ മാനഹാനി അവരെ അപമാനിച്ചും ആക്ഷേപിച്ചതിന്റെ പേരിൽ സ്ഥാനാർത്ഥി ആത്മഹത്യ ശ്രമിച്ചതൊക്കെ ഈ കേരളത്തിലാണ്. BJPയുടെ നേതാവാണ്. അപ്പോൾ BJPക്കും CPMനും തമ്മിലുള്ള നെക്സസ് എന്താണെന്ന് പറയുമ്പോൾ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളറിയോ, CPMന്റെ ഒരു ജില്ലാ സെക്രട്ടറി മെമ്പർ ഇന്ന് നടത്തിയ പ്രസ്താവനയുണ്ട്. എന്താണെന്നറിയോ? പാലത്തായിലെ ഒരു കൊച്ചു പെൺകുട്ടി, ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഒരു BJP നേതാവാണ്. അയാൾ ശിക്ഷിച്ചപ്പോൾ ആ CPMന്റെ ജില്ലാ സെക്രട്ടറി മെമ്പർ പറയുന്നത് ശശികല പറയുന്നത് പോലെ, അതോടൊപ്പം തന്നെ RSSന്റെ നേതാക്കന്മാർ പറയുന്നത് പോലെയുള്ള വാക്കുകളാണ് ഹരീന്ദ്രൻ പറയുന്നത്. എന്താണ് അതിന്റെ കാരണം? അവിടെ ആ കുട്ടിയുടെ മതം പറയാണ്, കൊലയാളിയുടെ മതം പറയാണ്, പീഡിപ്പിച്ചവന്റെ മതം പറയാണ്, എന്നിട്ട് പറയാണ് അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് SDP ഉൾപ്പെടെ ആ വിഷയത്തിൽ വന്നതെന്ന് പറയും. CPMന്റെ നേതാവാണ്. എങ്ങനെ പറ്റുന്നു ഈ കേരളത്തിനകത്ത് ഒരു CPM നേതാവിന് പറയാൻ സാധിക്കുന്നത്? അതാണ് ഇവരുടെ BJPയും RSSും പറയുന്ന കാര്യം അതേപടി
CPM നേതാക്കന്മാർ പറയുന്ന നാട്ടിൽ ആന്തൂരിൽ BJPക്ക് സ്ഥാനാർത്ഥിയുണ്ട്, പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല, പിൻവലിപ്പിക്കാൻ ആ രൂപത്തിലുള്ള ഇടപെടൽ നടത്തുന്നില്ല. കോൺഗ്രസിനും UDF-നും എതിരെ മാത്രമാണ് ഇവരുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ കേരളത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന CJP മുന്നണിയുടെ വ്യക്തമായ തെളിവാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ നടത്തുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഈ കേരള ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾക്ക് കഴിഞ്ഞ തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് കിട്ടിയ ആനുകൂല്യമുണ്ട്. കൊറോണയുടെ ആനുകൂല്യമാണ്. നിങ്ങൾ നടത്തിയ PR വർക്കാണ്. ഒരിക്കൽ ചക്ക വീണ് മുയൽ ചത്തു എന്നതിന്റെ പേരിൽ ഇക്കാലം അത്രയും അങ്ങനെ ചക്ക വീണ് മുയൽ ചാവുമെന്ന് അരുൺകുമാർ കരുതണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നിങ്ങളെ ആട്ടിപ്പുറത്താക്കാൻ കേരളത്തിൽ ഇതുപോലെ ജനങ്ങൾ പ്രതിഷേധിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഞാനൊരു സ്ഥാനാർത്ഥിയാണ്. ഞാൻ വീടുകൾ കയറുമ്പോൾ ഞങ്ങൾക്കറിയാം പ്രതികരണം. സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ പോലും നിങ്ങളുടെ ഭരണത്തെക്കുറിച്ച് പറയുന്നത് നേരിട്ട് ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടാണ് ഈ ചാനൽ ചർച്ചയിലൂടെ പങ്കെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ രൂപത്തിൽ കേരളത്തിലെമ്പാടും ഇടതുപക്ഷത്തിന്റെ ഭരണത്തിനെതിരെയുള്ള നിങ്ങളെ കുറിച്ചിട്ടുള്ള കൃത്യമായ ധാരണ ഓരോ ദിവസം വരുന്ന വാർത്തകളും നിങ്ങളുടെ നേതാക്കന്മാർ അഴിമതിയിൽ അയ്യപ്പന്റെ സ്വർണ്ണം പോലും കട്ട് ജയിലിലേക്ക് പോകുന്നൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ജനങ്ങൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ രൂപത്തിൽ സർഗാത്മകമായ രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോൾ സ്വർണ്ണം കക്കലിന്റെ രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും ഇല്ലാതെ രോഗികൾ മരിക്കുന്ന അവരുടെ വേദനയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വാണം പോലെ കുതിച്ചു വരുന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് തൊഴിലില്ലാത്ത വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് വേണ്ട.